ഇന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്ന ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് പുട്ട്, പുൾ, കോൾ, ടേൺ, അല്ലെ, മേക്ക്, ബ്രിങ്, ഗോ, അങ്ങനെ തുടങ്ങി ഒരുപാട് സെറ്റ് ഫ്രേസൽ വെർബുകൾ PSC ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ഫ്രേസൽ വെർബ് എന്ന ടോപ്പിക്കിൽ നിന്നും PSC ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. The phrasal verb beef up means, ഇങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻ. നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറില്ല. ഈ ടൈപ്പ് ഫ്രേസൽ വെർബ് സാധാരണ ഉദ്യോഗാർത്ഥികൾ പഠിക്കാറില്ല. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ് എന്ന ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് പഠിക്കുന്നത്. അനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒക്കെ PSC ചോദിക്കാറുള്ള, SSCക്കൊക്കെ ചോദിക്കാറുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബീഫ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ കഴിക്കുന്ന ബീഫാണ് കിട്ടുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ബീഫ് കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത് കിട്ടും എന്ന് പഠിച്ചു വെക്കുക. ബീഫ് അപ്പ് മീനിങ് വ്യക്തമായി നോട്ട് ചെയ്യണം. ടു സ്ട്രെങ്തൻ അല്ലെങ്കിൽ ഇംപ്രൂവ് എന്നാണ്. എന്താണ് മീനിങ്? ടു സ്ട്രെങ്തൻ ഓർ ഇംപ്രൂവ്. സ്ട്രെങ്തൻ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബീഫ് അപ്പ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. സോ ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്ട്രെങ്തൻ ആൻഡ് ഇംപ്രൂവ്. നെക്സ്റ്റ് വൺ, ബോട്ടിൽ അപ്പ്. എന്താണ് ബോട്ടിൽ അപ്പ്? ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ബോട്ടിൽ മനസ്സിലുണ്ട്, ബോട്ടിൽ അപ്പ്. ഈ ഒരു ഫ്രേസൽ വെർബ് ആക്ച്വലി മീൻ ചെയ്യുന്നത് ഒരു വ്യക്തി അയാളുടെ ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കുന്നു. ഇപ്പൊ നമ്മൾ ബോട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സീനാണ് ആലോചിക്കേണ്ടത്. അതിനകത്ത് എല്ലാ ഇമോഷൻസും വെച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ പിക്ചേഴ്സ് കാണാം. അതിനകത്ത് ആങ്സൈറ്റി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്ട്രെസ്, അങ്ങനെ കുറച്ച് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സാഡ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെ? അതിനെ എങ്ങനെ പറയാം? ബോട്ടിൽ അപ്പ് എന്ന് പറയാം. സോ ബോട്ടിൽ അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം? ടു സപ്രസ് ഓർ ഹൈഡ് ഇമോഷൻസ്. എന്താണ് ടു സപ്രസ്? അതായത് അടിച്ചമർത്തുക അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ് ഹൈഡ് ഇമോഷൻസ്. ഒരാളുടെ ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോട്ടിൽ അപ്പ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഫ്രേസൽ വെർബ് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് PSC ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ ബോട്ടിൽ അപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെന്റൻസ് നോക്കാം. ഷീ ഹാസ് kept her feelings about the accident bottled up for too long. She has kept her feelings about the accident. ആക്സിഡന്റിനെ പറ്റിയുള്ള ആ ഒരു വിഷമിപ്പിക്കുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അവളുടെ ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. ബോട്ടിൽ അപ്പ് ചെയ്യുന്നു മീൻസ് എന്താണ്? ആ ഇമോഷൻസ് അവൾ ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള സെൻസിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ നോക്കിയത് ബീഫ് അപ്പ് ആണ്. എന്താണ് ബീഫ് അപ്പ്? ടു സ്ട്രെങ്തൻ ഓർ ഇംപ്രൂവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ബോട്ടിൽ അപ്പ്. ബോട്ടിൽ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സപ്രസ് ഓർ ഹൈഡ് ഇമോഷൻസ്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ബഗ് ഔട്ട്. എന്താണ് ബഗ് ഔട്ട്? ബഗ് ഔട്ടിന്റെ മീനിങ് ടു ലീവ് ക്വിക്ലി. എന്താണ്? ടു ലീവ് ക്വിക്ലി, ഓഫൺ ഡ്യൂ ടു ഫിയർ ഓർ സർപ്രൈസ്. പേടിച്ചിട്ടോ എന്തെങ്കിലും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റോ ഉണ്ടായിട്ട് വിത്തൗട്ട് പെർമിഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്നും പിൻവാങ്ങുക, മടങ്ങി പോവുക, അവിടെ നിന്നും ലീവ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയാ? ബഗ് ഔട്ട് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ബഗ് ഔട്ടിനെ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ടു ലീവ് ക്വിക്ലി, ഓഫൺ ഡ്യൂ ടു ഫിയർ, പേടിച്ചിട്ട്. ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഫിലിമിൽ ഒരു സീനാണ് വെച്ചിരിക്കുന്നത്. ഈ സീൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് ഇവർ ശോഭനയുടെ എൻട്രി ഉണ്ട്, അതായത് നാഗവല്ലി എന്ന് വിചാരിക്കുന്ന ആ ഒരു ഗോസ്റ്റിന്റെ എൻട്രി വരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്യാണ്? പെർമിഷൻ ഒന്നും ചോദിക്കാതെ പേടി കൊണ്ട് ആ സ്ഥലത്ത് നിന്നും പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനിനെ നമുക്ക് എന്ത് പറയാം? ബഗ് ഔട്ട് ചെയ്തു എന്ന് പറയാം. പുള്ളി എന്ത് ചെയ്തു എന്ന് പറയാം? ബഗ് ഔട്ട് ചെയ്തു. അപ്പൊ ബഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് ഓടിക്കളയുക, അല്ലെങ്കിൽ നമ്മളൊരു സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഒരു ഡേഞ്ചർ മനസ്സിലാക്കിയിട്ട്, അല്ലെ? അവിടുത്തെ ആ സിനിമയിൽ ആ സീൻ തന്നെ ആലോചിച്ചാൽ മതി. എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ബഗ് ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ബഗ് ഔട്ട് ബാഗ് എന്നൊക്കെ പറയും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ മുന്നിലുള്ളപ്പോൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടി നമ്മുടെ എക്സിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവശ്യ സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന ബാഗിനെ ബഗ് ഔട്ട് ബാഗ് എന്നാണ് വിളിക്കുക. അപ്പൊ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്തെങ്കിലും ബഗ് ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. മീനിങ് ടു ലീവ് ക്വിക്ലി, ഓഫൺ ഡ്യൂ ടു ഫിയർ ഓർ സർപ്രൈസ് എന്ന് പഠിച്ചു വെക്കുക.
നെക്സ്റ്റ് വൺ ചിക്കൻ ഔട്ട്. ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കോഴിയായിരിക്കും ഓർമ്മ വരിക. ചിക്കൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഹെൻ, കോഴി, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭീരുത്വമാണ്. പെട്ടെന്ന് പേടിക്കും അല്ലെ. ഈ കോഴി എന്ന് പറയുന്ന പക്ഷിയുടെ പ്രത്യേകത, ബേർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ച് തന്നെ ഇത് കണക്ട് ചെയ്യാം. ചിക്കൻ ഔട്ട് മീനിങ് ടു ഡിസൈഡ് നോട്ട് ടു ഡു സംതിങ് ബിക്കോസ് ഓഫ് ഫിയർ. പേടിച്ചിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന, അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു, ഭയം കാരണം അതിൽ നിന്ന് പിന്മാറുന്നു. അത് വേണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്ക് പേടിയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചിക്കൻ ഔട്ട് എന്ന് പറയാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു സിറ്റുവേഷൻ ആലോചിക്കുക. ബങ്കി ജമ്പ് എന്ന് പറയും അല്ലെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിൽക്കുകയാണ്, ഒരു ആഴത്തിലേക്ക് ചാടുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ. പക്ഷെ നിൽക്കുമ്പം ആ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ പേടിച്ചിട്ട് പിന്മാറുകയാണ്. ആ സിറ്റുവേഷനിൽ ഏത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം? ചിക്കൻ ഔട്ട് എന്ന് പറയാം. ചിക്കൻ ഔട്ട്, അതായത് ഭയം കാരണം, ഫിയർ കാരണം നമ്മളത് വേണ്ട എന്ന് വെക്കുന്നു, ചെയ്യാതിരിക്കുന്നു, ഒന്നും ചെയ്യണ്ട എന്ന് വെക്കുന്നു. ഈ സിറ്റുവേഷനെ ചിക്കൻ ഔട്ട് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ്. സോ നമ്മൾ നോക്കിയത് ബീഫ് അപ്പ് എന്തായിരുന്നു? ടു സ്ട്രെങ്തൻ ഓർ ഇംപ്രൂവ് എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നോക്കിയത് ബോട്ടിൽ അപ്പ് ആണ്. എന്താണ് ബോട്ടിൽ അപ്പ്? ഇമോഷൻസ് ഹൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ടു സപ്രസ് ഓർ ഹൈഡ് ഇമോഷൻസ് എന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ബഗ് ഔട്ട്. ആ സീൻ ആലോചിക്കാൻ പറഞ്ഞു. അതായത് പേടി കൊണ്ട് ഒരു സിറ്റുവേഷനിൽ നിന്നും അവിടെ ക്വിക്ലി ലീവ് ചെയ്യുക, അവിടെ നിന്നും മാറുക എന്നുള്ളതാണ് അല്ലെ. മീനിങ് എന്താണ്? ടു ലീവ് ക്വിക്ലി ഓഫൻ ഡ്യൂ ടു ഫിയർ ഓർ സർപ്രൈസ് ആണ് ആക്ച്വലി എന്ത് ബഗ് ഔട്ട് എന്ന് പറയുന്നത്. ബഗ് ഔട്ട് ബാഗുകളെ പറ്റി ഓർക്കണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ നോക്കിയത് ഏതാണ്? ചിക്കൻ ഔട്ട്. ചിക്കൻ പ്രത്യേകത എന്ത് തന്നെയാണ്? പേടി എന്നുള്ളത് തന്നെയാണ്. പേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യണ്ട എന്ന് വെക്കുന്നു, അത് തന്നെയാണ് എന്ത്? ചിക്കൻ ഔട്ട്. അതായത് ടു ഡിസൈഡ് നോട്ട് ടു ഡു സംതിങ് ബിക്കോസ് ഓഫ് ഫിയർ. പേടി എന്ന് തന്നെയാണ് അവിടെ നമ്മൾ ആധാരമായിട്ട് വെക്കേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഷ് ഔട്ട്. ഡിഷ് ഔട്ട് മീൻസ് ടു ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക. ഡിഷ് ഔട്ട്. ഡിഷ് ഔട്ട് മീൻസ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗിവ് അവേ ഫ്രീലി. ഗിവ് അവേ ഫ്രീലി. ഡിഷ് ഔട്ട് എന്താണ്? ഗിവ് അവേ ഫ്രീലി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ ഡക്ക് ഔട്ട് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡക്ക് ഔട്ട്. ഇത് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്നത് ഡക്ക്, താറാവാണ് അല്ലെ. എന്താണ് അതിന്റെ പ്രത്യേകത? സാധാരണഗതിയിൽ ഈ താറാവെല്ലാം എപ്പോഴും ബഹളം വെച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും നോയ്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേർഡാണ് ഡക്ക് എന്ന് പറയുന്നത്. സോ ഡക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ആക്ച്വലി മീൻ ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മീനിങ് നോക്കൂ, ടു ലീവ് സീക്രട്ട്ലി ഓർ അബ്രപ്റ്റ്ലി. പെട്ടെന്ന് സീക്രട്ട് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നും മാറുക, അതായത് അവിടെ നിന്നും പോവുക എന്നുള്ളതാണ് ഏതിന്റെ മീനിങ്? ഡക്ക് ഔട്ട്. ആക്ച്വലി ഡക്ക്, താറാവ് പോകുമ്പോൾ സീക്രട്ട് ആയിട്ടല്ല പോകുന്നത്, വളരെ സാവധാനം ആണ് അതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഡക്ക് ഔട്ട് എന്ന് വെച്ചാൽ ആക്ച്വലി മീനിങ് എന്താണ്? ടു ലീവ് സീക്രട്ട്ലി എന്നാണ്. വ്യക്തമായി ഓർത്തു വെച്ചിരിക്കുക. ഡക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ട്, ആരോടും പറയാതെ അവിടെ നിന്നും വളരെ സീക്രട്ട് ആയിട്ട് മാറുക, പോവുക എന്നാണ് ഏതിന്റെ മീനിങ്? ഡക്ക് ഔട്ടിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ എഗ്ഗോൺ. ടു എൻകറേജ് സമ്മൺ എന്നാണ് ആക്ച്വലി എഗ്ഗോണിന്റെ മീനിങ്. പക്ഷെ എഗ്ഗോണിന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നതിനെയാണ് എഗ്ഗോൺ എന്ന് പറയുക. അതായത് ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എൻകറേജ് ചെയ്യാണ്, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻകറേജ് ചെയ്യാണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എഗ്ഗോൺ എന്ന് പറയാം. അതായത് റോങ് ആയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എഗ്ഗോൺ എന്ന് വിളിക്കാം. സോ എഗ്ഗോൺ മീനിങ് നോക്കുക, ടു എൻകറേജ് സംവൺ ടു ഡു സംതിങ്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഇസ് റോങ് എന്നുള്ളതും കൂടി മാർക്ക് ചെയ്ത് വെക്കണം. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയാ? എഗ്ഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എൻകറേജ് എന്നുള്ള സെൻസിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഒരിക്കൽ കൂടി എല്ലാത്തിന്റെ മീനിങ് ഒന്നും കൂടി നോക്കുകയാണ്. ബീഫ് അപ്പ്. ബീഫ് അപ്പ് എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ്? ടു സ്ട്രെങ്തൻ ഓർ ഇംപ്രൂവ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ബോട്ടിൽ അപ്പ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ടു സപ്രസ് ഓർ ഹൈഡ് ഇമോഷൻസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നെക്സ്റ്റ് വൺ ബഗ് ഔട്ട്. ബഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം കാരണം ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ്. ടു ലീവ് ക്വിക്ലി ഓഫൻ ഡ്യൂ ടു ഫിയർ ഓർ സർപ്രൈസ് ആണ് ബഗ് അപ്പ്. നെക്സ്റ്റ് വൺ ചിക്കൻ ഔട്ട് ആണ്. ചിക്കൻ ഔട്ട് മീൻസ് ടു ഡിസൈഡ് നോട്ട് ടു ഡു സംതിങ് ബിക്കോസ് ഓഫ് ഫിയർ എന്നുള്ളതാണ്. ഭയം കാരണം ഒന്നും ചെയ്യണ്ട എന്ന് വെക്കുന്നതിന് ചിക്കൻ ഔട്ട് എന്ന് പറയാം. അതുപോലെ നെക്സ്റ്റ് വൺ ഡിഷ് ഔട്ട്. എന്തായിരുന്നു ഡിഷ് ഔട്ട് എന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗിവ് അവേ ഫ്രീലി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ ഡക്ക്
ഔട്ട് എന്നാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു ഡക്കിന്റെ സ്വഭാവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താണ്? ടു ലീവ് സീക്രട്ട്ലി എന്നാണ്. ആരും അറിയാതെ രഹസ്യമായിട്ട് മാറുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മാറുക എന്നൊക്കെ ഏതിന്റെ അർത്ഥമുണ്ട്? ഡക്ക് ഔട്ടിന് മീനിങ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എഗോൺ ആണ്. എഗോൺ ആക്ച്വലി മീൻ ചെയ്യുന്നത് ടു എൻകറേജ് someone to do something. എൻകറേജ് someone to do something ആണ് ആക്ച്വലി എന്ത്? എഗോൺ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സെന്റൻസുകളിൽ അപ്ലൈ ചെയ്യാം എന്നുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് സം ന്യൂ പ്ലെയർ ടു ഡാഷ് ദ ടീം. നമുക്ക് കുറച്ച് പുതിയ പ്ലേയേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടീം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അല്ലേ? അതായത് ടീമിന്റെ ശക്തി ഇംപ്രൂവ് ചെയ്യുക, ടീം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബോട്ടിൽ അപ്പ്, ബഗ് ഔട്ട്. ഓപ്ഷൻ സി ബീഫ് അപ്പ്. ഓപ്ഷൻ ഡി ഡക്ക് ഔട്ട് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബീഫ് അപ്പ് ആയിരിക്കും അല്ലെ? ആൻസർ എന്താണ്? ബീഫ് അപ്പ്. അതായത് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ആൻസർ ഏതാണ് വരിക? ബീഫ് അപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടീച്ചർ yelled at the older students for dash the younger students to misbehave in class. ക്ലാസ്സിൽ യങ്ങർ സ്റ്റുഡൻസിനെ മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത ഓൾഡർ സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു, അവരെ ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ടീച്ചർ yelled at the older students for dash എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓപ്ഷനിൽ ബോട്ടിലിംഗ് അപ്പ് ഉണ്ട്, എഗ്ഗിങ് ഓൺ ഉണ്ട്, പുള്ളിങ് ഔട്ട്, ബഗ്ഗിങ് ഔട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇമോഷൻസ് ഹൈഡ് ചെയ്തു എന്നാണ്. എന്തായാലും അതല്ല. എഗ്ഗിങ് ഓൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ. നമുക്കറിയാം എൻകറേജ് ചെയ്യുക, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ എൻകറേജ് ചെയ്യുക എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞു അല്ലേ? സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? എഗ്ഗിങ് ഓൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രാഹുൽ put my name down for parachute jump but I dash the last moment. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്കാണിത്, നേരത്തെ പറഞ്ഞൊരു സിറ്റുവേഷനും കൂടിയാണിത്. നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എഗ് ഡൗൺ ആൻഡ് ചിക്കൻ ഔട്ട്, പുട്ട് ഓൺ, ഏറ്റ് അപ്പ് ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഭയം കാരണം ഒരു കാര്യം ചെയ്യണ്ട എന്ന് വെക്കുന്നു, അതിൽ നിന്ന് പിന്മാറുന്നു. ഒന്നും ചെയ്യണ്ട എന്ന് വെക്കുന്നു, only because of fear. അതിനെ വിളിക്കുന്ന പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ചിക്കൻ ഔട്ട് ആണ്. ഇവിടെ അതിന്റെ പാസ്റ്റ് ഫോമായിട്ട് ചിക്കൻ ഔട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ചിക്കൻ ഔട്ട് ആണ്. I had to dash off the meeting to take a phone call. ഓപ്ഷൻസിൽ ഡക്ക് ഔട്ട്, ഡിഷ് ഔട്ട്, ബീഫ് അപ്പ്, എഗ് ഓൺ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് മീറ്റിംഗിൽ നിന്നും ഒരു ഫോൺ കോൾ എടുക്കാൻ വേണ്ടി എനിക്ക് ആരോടും പെർമിഷൻ വാങ്ങാതെ വളരെ സീക്രട്ട് ആയിട്ട് അവിടെ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെ? സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഡക്ക് ഔട്ട് ആണ്. നമ്മൾ പറഞ്ഞു സീക്രട്ട്ലി മൂവ് ചെയ്യുന്നതിന് എന്ത് പറയാം? ലീവ് ചെയ്യുന്നതിനെ ഡക്ക് ഔട്ട് എന്ന് പറയാം. മറ്റ് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഷ് ഔട്ട് എന്നാണ് ഉള്ളത്. ഡിഷ് ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗീവ് അവേ ഫ്രീലി ആയിരുന്നു. അതുപോലെ ബീഫ് അപ്പ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് എഗ് ഓൺ മീൻസ് എന്തായിരുന്നു? എൻകറേജ് ചെയ്യുക, തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എഗ് ഓൺ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഉറപ്പായിട്ടും ഏത് തന്നെയാണ്? ഡക്ക് ഔട്ട്. അതായത് ലീവ് സീക്രട്ട്ലി ആൻഡ് അബ്രപ്റ്റ്ലി എന്ന അർത്ഥം വരുന്ന ഡക്ക് ഔട്ട് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രേസൽ വെർബ് ജ്യൂസ് അപ്പ്. ജ്യൂസ് അപ്പ് മീൻസ് ടു മേക്ക് സംതിങ് മോർ ലൈവ്ലി ഓർ എക്സൈറ്റിംഗ് എന്നാണ്. ഒരു കാര്യത്തെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കുക, കുറച്ച് കൂടുതൽ ലൈവ്ലി ആക്കുക എന്നാണ് എന്തിന്റെ മീനിങ്? ജ്യൂസ് അപ്പ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നോർമലി നമ്മൾ കുടിക്കുന്ന ജ്യൂസ് ആയിരിക്കും. അത് നമ്മൾ വലിച്ച് മുകളിലേക്ക് എടുത്ത്, അതായത് കുടിക്കുന്നു, ജ്യൂസ് അപ്പ് മുകളിലേക്ക് എടുത്ത് നമ്മൾ കുടിക്കുന്നതായിട്ട് ആലോചിക്കുക. നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഭയങ്കര ഉന്മേഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് അതിന്റെ മീനിങ് പഠിച്ചു വെക്കുക. ജ്യൂസ് അപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് മീനിങ്? ടു മേക്ക് സംതിങ് ലൈവ്ലി ഓർ മോർ എക്സൈറ്റിംഗ്. കുറച്ച് കൂടുതൽ ഉന്മേഷമുള്ളതും കുറച്ച് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റുക. അതിനെയാണ് എന്ത് പറയാ? ജ്യൂസ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ജാക്കപ്പ്. ജാക്കപ്പ് മീൻസ് ടു ഇൻക്രീസ്, ഉയർത്തുക, കൂട്ടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് എന്ത്? ജാക്കപ്പ് എന്ന് പറയുന്നത്. ജാക്കപ്പ് മീൻസ് എന്താണ്? ടു ഇൻക്രീസ്. നെക്സ്റ്റ് വൺ ജാം അപ്പ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ? ജാം അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്നെങ്കിൽ കഴിക്കുന്ന ജാം ഓർമ്മ വരും, അല്ലെങ്കിൽ ട്രാഫിക് ജാം ആയിരിക്കും ഓർമ്മ വരിക. ട്രാഫിക് ജാം വെച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ജാം അപ്പ് മീൻസ് ബ്ലോക്ക്,
ജാം അപ്പ് മീൻസ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്ട്രക്ക് എന്നുള്ളതാണ്. നമ്മൾ കുടുങ്ങി പോവുക, ബ്ലോക്കിലാവുക, ബ്ലോക്ക്ഡ് ആവുക എന്നുള്ളതാണ് ഏതിന്റെ മീനിങ്? ജാം അപ്പിന്റെ മീനിങ്. സോ ജാം അപ്പ് മീനിങ് എന്താണ്? ബ്ലോക്ക്ഡ് ഓർ സ്ട്രക്ക് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഫ്രിറ്റർ എവേ. എന്താണ് ഫ്രിറ്റർ എവേ? ഫ്രിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ വറുത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഫ്രിറ്റേഴ്സ് എന്നാ പറയാം. ബനാന ഫ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പഴംപൊരിയ. അപ്പൊ അതുപോലെ എന്തെങ്കിലും എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങളാണ് ആക്ച്വലി സ്നാക്സ് ആണ് ഫ്രിറ്റേഴ്സ്. ഫ്രിറ്റർ എവേ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ് ഇങ്ങനെയായിരിക്കണം: ടു വേസ്റ്റ് ടൈം, മണി ഓർ എനർജി. ഒരാൾ വെറുതെ ഇതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് ഫ്രിറ്റേഴ്സ് ഒക്കെ വെറുതെ മേടിച്ച് കഴിക്കുന്നു, അങ്ങനെയുള്ള ആൾക്ക് എന്ത് സംഭവിക്കും? പൈസ നഷ്ടമാണ്, അയാളുടെ ആരോഗ്യം നഷ്ടമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ മതി. ടു വേസ്റ്റ് ടൈം, മണി ഓർ എനർജി. ടു വേസ്റ്റ് ടൈം, മണി ഓർ എനർജി ആണ് ആക്ച്വലി എന്ത്? ഫ്രിറ്റർ അവേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കുറച്ച് വെറുതെ സമയം കളയുന്ന ഒരാളെ പറ്റി ചിന്തിച്ചാൽ മതി. അയാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യായിരിക്കും, അല്ലെ? അതായത് ആവശ്യമില്ലാതെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് ലൈഫ് നശിപ്പിക്കുക എന്നൊക്കെയുള്ള സെൻസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്രിറ്റർ അവേ യൂസ് ചെയ്യാം. സോ ഫ്രിറ്റർ അവേ എന്ന് പറഞ്ഞാൽ ടു വേസ്റ്റ് ടൈം, മണി ഓർ എനർജി ആണ് എന്ത്? ഫ്രിറ്റർ അവേ. നെക്സ്റ്റ് വൺ, ഫോർക്ക് ഔട്ട് എന്നാണ്. ഫോർക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പിക്ചർ വരണം. നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഫോർക്കിൽ കുറച്ച് ക്യാഷ് ഇരിക്കുന്നതാണ്, അല്ലെ? അപ്പൊ ഇത് ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത്, പൈസയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഫോർക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് പഠിക്കേണ്ടത്. നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പേ ചെയ്യുകയാണ്, പക്ഷെ ആക്ച്വലി നമുക്ക് അതിന് നല്ല മനസ്സില്ലാതെ ഒട്ടും താല്പര്യമില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുക, അതായത് പൈസ സ്പെൻഡ് ചെയ്യുക, അതിനെയാണ് എന്ത് വിളിക്കുക? ഫോർക്ക് ഔട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം: ടു പേ അല്ലെങ്കിൽ സ്പെൻഡ് മണി എസ്പെഷ്യലി റിലക്റ്റന്റ്ലി, അതായത് മനസ്സില്ലാതെ, പൂർണ്ണ സമ്മതമില്ലാതെ പൈസ ചെലവാക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഫോർക്ക് ഔട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഫോർക്ക് ഔട്ടിന്റെ മീനിങ് എന്താണ്? ടു പേ എസ്പെഷ്യലി റിലക്റ്റന്റ്ലി. റിലക്റ്റന്റ്ലി മീൻസ് സമ്മതമില്ലാതെ, താല്പര്യമില്ലാതെ എന്നൊക്കെയാണ് കേട്ടോ. വിസമ്മതം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എന്ത് ഓർത്ത് വെച്ചിരിക്കുക? റിലക്റ്റന്റ്ലി എന്ന് പറയുന്ന വേർഡ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ പിക്ചർ മനസ്സിലുണ്ടാവണം. ഫോർക്ക് ഔട്ട് പൈസയുമായിട്ട് റിലേറ്റഡ് ആണ്. ടു പേ ഓർ സ്പെൻഡ് മണി റിലക്റ്റന്റ്ലി എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ എന്താണ് തന്നിരിക്കുന്നത്? ഫിഷ് ഫോർ എന്നാണ് തന്നിരിക്കുന്നത്. ഫിഷ് ഫോർ മീനിങ് സിമ്പിൾ ആണ്: ടു സീക്ക് ഓർ പ്രോബ് ഫോർ ഇൻഫർമേഷൻ. ടു സീക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോബ് ഫോർ ഇൻഫർമേഷൻ ആണ് എന്ത്? ഫിഷ് ഫോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിഷ് ഔട്ട് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഔട്ട് മീൻസ് പുറത്തേക്ക്. ഇത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ഇഡിയം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഫിഷ് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് മീൻ ചെയ്യുന്നത് ഉള്ളിലിരിക്കുന്ന ഒരു സാധനത്തെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ടു റിട്രീവ് സംതിങ് ഫ്രം വിത്തിൻ. ഉള്ളിൽ അകപ്പെട്ടു പോയ ഒരു കാര്യത്തെ പുറത്തേക്ക് എടുക്കുക, അതിനെ എന്ത് പറയാം? ഫിഷ് ഔട്ട് എന്ന് പറയാം. അതായത് ടു റിട്രീവ് സംതിങ് ഫ്രം വിത്തിൻ. എന്താണ്? ടു റിട്രീവ് സംതിങ് ഫ്രം വിത്തിൻ, അതായത് ഉള്ളിലിരിക്കുന്ന ഒരു സാധനത്തെ പുറത്തെടുക്കുക എന്നാണ് ആക്ച്വലി എന്തിന്റെ മീനിങ്? ഫിഷ് ഔട്ട്. സോ ഫോർക്ക് ഔട്ട് മീനിങ് ടു പേ എസ്പെഷ്യലി റിലക്റ്റന്റ്ലി. ഫിഷ് ഫോർ മീനിങ് ടു സീക്ക് ഓർ പ്രോബ് ഫോർ ഇൻഫർമേഷൻ. അതുപോലെ ഫിഷ് ഔട്ട് ശ്രദ്ധിക്കുക, ടു റിട്രീവ് സംതിങ് ഫ്രം വിത്തിൻ. സോ എന്തായിരുന്നു ജ്യൂസപ്പ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കണം, ജ്യൂസപ്പ് മീൻസ് ടു മേക്ക് സംതിങ് മോർ ലൈവ്ലി ഓർ എക്സൈറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ, ജാക്കപ്പ് എന്തായിരുന്നു? ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു, അല്ലെ? ജാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് ജാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ബ്ലോക്ക്ഡ് ഓർ സ്ട്രക്ക് എന്ന് പഠിച്ചു. ഫ്രിറ്റർ അവേ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്: ടു വേസ്റ്റ് ടൈം, മണി ഓർ എനർജി എന്നാണ്. ഫോർക്ക് ഔട്ട് മീൻസ് എന്തായിരുന്നു? ടു പേ എസ്പെഷ്യലി റിലക്റ്റന്റ്ലി എന്ന് പഠിച്ചു. ഫിഷ് ഫോർ മീൻസ് ടു സീക്ക് ഓർ പ്രോബ് ഫോർ ഇൻഫർമേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, ഫിഷ് ഔട്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ടു റിട്രീവ് സംതിങ് ഫ്രം വിത്തിൻ. ഒന്നിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്ത് യൂസ് ചെയ്യാം? ഫിഷ് ഔട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റിലേക്ക് പോവാണ്, നെയിൽ ഇറ്റ്. ഇതാണ് നെക്സ്റ്റ് വൺ. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ പലരും പറയാറുണ്ട് യു നെയിൽഡ് ഇറ്റ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? സോ നെയിൽ ഇറ്റ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്: ടു പെർഫോം എ ടാസ്ക്. അതായത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു, അതിന് നമുക്ക് എന്ത് പറയാം? നെയിൽ ഇറ്റ് എന്ന് പറയാം. അതാണ് ആക്ച്വലി ഒരു സിറ്റുവേഷൻ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്, പക്ഷെ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നെയിൽ ഇറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, നെയിൽ ഡൗൺ എന്നാണ്, അല്ലെ? നെയിൽ ഡൗൺ മീനിങ് ടു ഫൈനലൈസ് ഓർ സ്പെസിഫൈ സംതിങ് വിത്ത് പ്രിസിഷൻ. ഒരു കാര്യത്തെ ഫൈനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ആക്യുറേറ്റ് ആയിട്ട്, വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിനെ എന്ത് വിളിക്കാം? നെയിൽ ഡൗൺ എന്ന് പറയാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഫൈനലൈസ് ചെയ്യുന്നതിനെ എന്ത് പറയാം? നെയിൽ ഡൗൺ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, നോസ് ഔട്ട് എന്നാണ്. എന്താണ് നോസ് ഔട്ട്?
നോസ് ഔട്ട് എന്ന് പറയുമ്പോൾ മീനിങ് ഇത്രയേ ഉള്ളൂ, ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്. എന്താണ് ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ മണത്ത് നോക്കിയാ കണ്ടുപിടിക്കുന്നത് അല്ലേ? കണ്ടുപിടിക്കാം, മണത്ത് നോക്കി കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഓർത്താൽ മതി, ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ഡിസ്കവർ. നോസ് ഔട്ട് മീൻസ് എന്താണ്? ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്. നെക്സ്റ്റ് വൺ, നട്ട് ഔട്ട്. എന്താണ് നട്ട് ഔട്ട്? ഈ ഒരു പിക്ചറിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നട്ട് പുറത്തെടുക്കുന്നു. ഇതാണ് നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് അല്ലെ? ഇതിപ്പോ കാഷ്യൂസിന്റെ പ്രോസസ്സിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇത് പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ്. സാധാരണ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നട്ട് ഔട്ട് എന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ പഠിക്കുക, ടു സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. അതായത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം സോൾവ് ചെയ്യുക എന്നാണ് എന്തിന്റെ മീനിങ്? നട്ട് ഔട്ടിന്റെ. അപ്പൊ ഈ കാഷ്യൂസിന്റെ പ്രോസസ്സിങ് ആലോചിച്ചാൽ മതി. നമുക്ക് നോർമലി അതിന്റെ തോടിനകത്ത് നിന്ന് അത് എടുത്ത് കഴിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു കാര്യം സോൾവ് ചെയ്തതുപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. നട്ട് ഔട്ട് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ടു സോൾവ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഇത് സാധാരണയായിട്ട് ചോദിക്കുന്നത് ഇവയുടെ എല്ലാം മീനിങ് ഡയറക്റ്റ് ആയിട്ട് വരാം. പക്ഷെ ഇത് സെന്റൻസിൽ അപ്ലൈ ചെയ്തും കൂടെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും കുറച്ച് കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. അപ്പൊ അതൊന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ദി ഫിലിം മേക്കേഴ്സ് ആർ ഡൂയിങ് ഓൾ ദേ ക്യാൻ ടു ജ്യൂസ് അപ്പ് ദ ഫോർമുല. അതായത് ഫിലിം മേക്കേഴ്സ് അവരുടെ ആ ഒരു ഫിലിമിന്റെ ഫോർമുല ജസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? ജ്യൂസപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് എക്സൈറ്റിംഗ് ആക്കാറുണ്ട്, ഒരു ഫിലിം ലൈവ്ലി ആക്കാറുണ്ട്. അതായത് ഏതൊരു പ്രസന്റേഷനും കൂടുതൽ നമുക്ക് എക്സൈറ്റിംഗ് ആവുന്നത് അതിനകത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് വരുമ്പോഴാണ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഫിലിം മേക്കേഴ്സ് അതിന് ശ്രദ്ധിക്കാറുണ്ട്, അവരത് ആഡ് ഓൺ ചെയ്യാറുണ്ട്, എക്സൈറ്റിംഗ് ആക്കാറുണ്ട് എന്നുള്ള സെൻസിൽ ഇവിടെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? ജ്യൂസ് അപ്പ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻഫ്ലേഷൻ ഹാസ് ജാക്ഡ് അപ്പ് ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷൻ കാരണം എന്ത് കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കൂടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഏത് മാർക്ക് ചെയ്തിരിക്കുക? ജാക്ഡ് അപ്പ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹി ഫ്രിറ്റേഡ് എവേ ഹിസ് ഫോർച്യൂൺ ഓൺ ഗാംബ്ലിംഗ്. ഹി ഫ്രിറ്റേഡ് അവേ ഹിസ് ഫോർച്യൂൺ ഓൺ ഗാംബ്ലിംഗ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂതുകളി അല്ലെങ്കിൽ ചൂതാട്ടം എന്നുള്ളതാണ് അല്ലെ? അപ്പോൾ അയാളുടെ ഭാഗ്യം അയാൾ എന്ത് ചെയ്തു? നശിപ്പിച്ചു. അയാളുടെ സമയവും എനർജിയും പൈസയും എല്ലാം അയാൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രിറ്റേഡ് അവേ. നമ്മൾ ഫ്രിറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് കണക്ട് ചെയ്താണ് അത് പഠിച്ചത്. സോ ഫ്രിറ്റേഡ് അവേ ഹിസ് ഫോർച്യൂൺ ഓൺ ഗാംബ്ലിംഗ് എന്നാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുക. നെക്സ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ മജീഷ്യൻ റീച്ച്ഡ് ഇൻ ടു ഹിസ് ബാഗ് ആൻഡ് ഫിഷ്ഡ് ഔട്ട് എ കപ്പിൾ ഓഫ് ബലൂൺ ഫോർ ദ കിഡ്സ്. മജീഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും അല്ലെ? ആ ബാഗിനകത്തേക്ക് കൈ കടത്തി അതിനുശേഷം അയാൾ എടുത്തത് എന്താണ്? കപ്പിൾ ഓഫ് ബലൂൺ ആണ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു എന്നുള്ളതാണ് അവിടെ കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫിഷ്ഡ് ഔട്ട് എന്നാണ്. എന്താണ്? ഫിഷ്ഡ് ഔട്ട്. പുട്ട് എന്ന ഫ്രേസൽ വെർബ് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ കഴിക്കുന്ന പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏറ്റവും കൂടുതൽ എണ്ണം പഠിക്കാനുള്ളത് പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പുട്ട് എബൌട്ട്, നെക്സ്റ്റ് വൺ പുട്ട് എക്രോസ്, പുട്ട് ആൻ എൻഡ്, പുട്ട് എസൈഡ്, പുട്ട് എവേ. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, പുട്ട് ബാക്ക് എന്ന് തുടങ്ങി ഒരു 10-16 ഫ്രേസൽ വെർബ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുഴുവൻ ആൽഫബറ്റിക് ഓർഡറിലാണ്. അതായത് പുട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാർട്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കുന്നത് പുട്ട് എബൌട്ട്. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ഏറ്റവും ആദ്യം വരുന്നത് AB വരുന്നത് കൊണ്ട് തന്നെ എബൌട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഏതാ? പുട്ട് എബൌട്ട് ആണ്. അപ്പൊ കഴിക്കുന്ന പുട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മളിത് പഠിക്കുക എന്ന് പറഞ്ഞു. സോ നിങ്ങളുടെ കയ്യിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടിയുണ്ട്. ആദ്യം നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റിലെ നമ്മൾ എന്ത് ചെയ്യും? ആ പുട്ടുപൊടി നമ്മൾ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിടും അല്ലെ? സ്പ്രെഡ് ചെയ്തിടും. അതുപോലെ ഇതിന്റെ മാവ് നനയ്ക്കുക എന്നുള്ളതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്യൂ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? പുട്ടുപൊടി സ്പ്രെഡ് ചെയ്തിടും. ഇത് നനയ്ക്കുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൈ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? സർക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ? വേറൊന്നിനും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. എല്ലാം മാവ് അടുപ്പിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. പക്ഷെ ഇതിന് മാത്രം ആദ്യമേ നമ്മൾ സ്പ്രെഡ് ചെയ്യും. നമ്മുടെ കൈ എങ്ങനെ മൂവ് ചെയ്യും? സർക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫ്രേസൽ വെർബ് ആദ്യമേ പുട്ട് എബൌട്ട്. പുട്ട് പൊടിയെടുത്ത് ആദ്യമേ എന്ത് ചെയ്യുമെന്ന് തന്നെ കണക്ട് ചെയ്യുക, സ്പ്രെഡ്. പുട്ട് എബൌട്ടിന്റെ മീനിങ് എന്താണ്? സ്പ്രെഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സർക്കുലേറ്റ്.
അല്ലെങ്കിൽ പബ്ലിഷ്. അപ്പൊ പുട്ട് അബൌട്ടിന് ഞാൻ 3 മീനിങ് പറഞ്ഞു: സ്പ്രെഡ്, സർക്കുലേറ്റ്, പബ്ലിഷ്. ഇവിടെ സർക്കുലേറ്റ് എന്ന് പറയുന്ന വേർഡ് ഞാൻ നിങ്ങളോട് സർക്കുലർ മോഷൻ കാണിച്ചിട്ടാ പറഞ്ഞത്. പക്ഷെ ഈ പത്രത്തിന്റെയൊക്കെ സർക്കുലേഷൻ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പബ്ലിഷ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? പുട്ട് അബൌട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ പുട്ട് എക്രോസ്. എഗൈൻ ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പുട്ട് എക്രോസ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതിനകത്ത് ക്രോസ് എന്നൊരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ? കുരിശാണ് അല്ലെ. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ലേഡീസ്, ക്രിസ്ത്യൻസ് ഒക്കെ പള്ളിയിൽ പോകുന്നത്, കുരിശൊക്കെ വരച്ച് പള്ളിയിൽ പോകുന്നത്. അപ്പോഴാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുള്ളത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്, ആശയവിനിമയം നടത്താറുള്ളത്. അപ്പൊ പുട്ട് എക്രോസ് എന്ന് പറയുന്നതിനകത്ത് നിന്ന് ക്രോസിങ് എടുക്കുക, കുരിശ്. സൺഡേ പള്ളിയിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നോർത്ത് വെച്ചിരിക്കുക. പുട്ട് എക്രോസ് മീനിങ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ്. നെക്സ്റ്റ് വൺ പുട്ടാനെന്റ്. നമ്മൾ പറഞ്ഞു അപൂർവം ചില ഫ്രേസൽ വെർബിന് മാത്രമേ വായിച്ചു നോക്കി നമുക്ക് അതിന്റെ മീനിങ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് അതുപോലെ ഒരെണ്ണമാണ്. നമുക്കിത് വായിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് തന്നെയാണ്. പുട്ട് ആൻ എൻഡ് മീനിങ് എന്തായിരിക്കും? അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. പുട്ട് ആൻ എൻഡിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ പുട്ട് എസൈഡ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു കൗണ്ടറിൽ ബാക്കിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയായ പുട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പുട്ട് എസൈഡ് എന്ന് പറയുമ്പോൾ ആ കിച്ചന്റെ കൗണ്ടറിൽ മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുന്ന പുട്ട് ആലോചിക്കുക. അതെന്തായിരിക്കും നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നതിന്റെ ഉദ്ദേശം? പിന്നീട് ഉപയോഗിക്കാം അല്ലെ, വൈകുന്നേരത്തേക്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചല്ലേ മാറ്റി വെക്കുക. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. പുട്ട് എസൈഡ്, സേവ് ഫോർ ലേറ്റർ യൂസ്. പുട്ട് എസൈഡിന്റെ മീനിങ് എന്താണ്? സേവ് ഫോർ ലേറ്റർ യൂസ്. നെക്സ്റ്റ് വൺ പുട്ട് എവേ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എവേ മീൻസ് മാറ്റി നിർത്തുക, വേണ്ടാന്ന് വെക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് നമുക്ക് കിട്ടുക. ഈ പുട്ട് എന്ന് പറയുന്ന സാധനം 2-3 ദിവസം ചേർത്തോണ്ട് നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും അല്ലെ. പുട്ട് എവേ, വേണ്ടാന്ന് വെക്കുക. ത്യജിക്കുക എന്നർത്ഥം എന്തിനുണ്ട്? പുട്ട് എവേക്ക് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാം? റിനൗൺസ് എന്ന് പറയാം കേട്ടോ. റിനൗൺസ് അല്ലെങ്കിൽ അബാൻഡൺ സംതിങ് എന്നൊക്കെയാണ് ഏതിന്റെ മീനിങ്? പുട്ട് എവേയുടെ മീനിങ്. സോ പുട്ട് എവേ മീനിങ് ഇത്രയേ ഉള്ളൂ, റിനൗൺസ്. റിനൗൺസ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക എന്നാണ് അർത്ഥം. സോ നമ്മൾ പുട്ട് എക്രോസ് പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു, പുട്ടാനെന്റ് സ്റ്റോപ്പ് ആണ് മീനിങ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ പുട്ട് എക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, പുട്ടാനെന്റ്, സ്റ്റോപ്പ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ പുട്ട് എസൈഡ് എന്തായിരുന്നു? സേവ് ഫോർ ലേറ്റർ യൂസ് എന്നും, പുട്ട് എവേ എന്ന് പറയുന്നത് റിനൗൺസ് എന്നുമാണ് മീനിങ്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് പുട്ട് ബാക്ക് ആണ്. ഏതാണ്? പുട്ട് ബാക്ക്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പുട്ടുകുറ്റി ആലോചിക്കുക. നമ്മൾ പിക്ചറിലുള്ള പുട്ടുകുറ്റി ആലോചിക്കണം. ചിരട്ടപ്പുട്ട് അല്ല, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള കുറ്റി ആലോചിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ബാക്കിൽ കുത്തും അല്ലെ. പുട്ടുകുറ്റിയുടെ ബാക്കിൽ കുത്തും. ബാക്കിൽ കുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിന് പ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കാസറോളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ ഉള്ളത്. അപ്പൊ പുട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആ പുട്ടുകുറ്റിയുടെ ബാക്കിൽ കുത്തുന്നു. പുട്ട് സംതിങ് ഇൻ പ്രോപ്പർ പ്ലേസ്. എന്താണ് മീനിങ്? പുട്ട് സംതിങ് ഇൻ പ്രോപ്പർ പ്ലേസ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? പുട്ട് ബാക്കിനെ പുട്ടുകുറ്റിയുടെ ബാക്കിൽ കുത്തുന്നു, പുട്ട് സംതിങ് ഇൻ പ്രോപ്പർ പ്ലേസ്, പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ കാസറോളിലേക്ക് വെക്കുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ പുട്ട് ബൈ. എന്താണ്? പുട്ട് ബൈ. ഇതിനകത്ത് ഈ ബൈയിങ് എടുക്കുക. നമുക്ക് അതിനെ BUY ബൈ എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. അതായത് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പുട്ടുപൊടി മേടിക്കാനായിട്ട് നമ്മളെ പറഞ്ഞയക്കും അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കി പൈസ, ചില്ലറ പൈസയൊക്കെ കിട്ടും. ആ പൈസ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സേവ് ചെയ്യാറുണ്ട് അല്ലെ. സേവ് ആൻ എമൗണ്ട് ഓഫ് മണി. പുട്ട് ബൈയുടെ മീനിങ് എന്താണ്? സേവ് ആൻ എമൗണ്ട് ഓഫ് മണി എന്ന് കണക്ട് ചെയ്യാം. പുട്ടുപൊടി മേടിക്കാൻ പോകുന്നു, കുറച്ച് പൈസ കിട്ടും, അത് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യുമെന്ന് പഠിച്ചു വെക്കുക. സോ പുട്ട് ബൈയുടെ മീനിങ് എന്താണ്? സേവ് ആൻ എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ മാർക്ക് ചെയ്തിരിക്കുന്നത് പുട്ട് ഡൗൺ ആണ്. പുട്ട് ഡൗൺ. ഇത് നമുക്ക് കഴിക്കുന്ന പുട്ട് വെച്ച് തന്നെ ആലോചിക്കാം. പുട്ട് നമ്മൾ ആദ്യം കാസറോളിൽ ഒരു ലെയർ വെച്ചു, അടുത്ത ലെയർ അതിന്റെ മുകളിൽ വെക്കും, നമ്മളിത് അടയ്ക്കും. അടയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് മുഴുവൻ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോവും അല്ലെ. അല്ലെങ്കിൽ അത് അമർത്തിയത് പോലെ ഒരു ഫീലാ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്യൂ. പുട്ട് ഡൗൺ മീനിങ് സപ്രസ്, അടിച്ചമർത്തുക എന്നുള്ള അർത്ഥത്തിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രഷ്, എന്തെങ്കിലും സാധനം തകരുക, തകർക്കുക, നശിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലും എന്ത് യൂസ് ചെയ്യാം? പുട്ട് ഡൗൺ യൂസ് ചെയ്യാം. പുട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മൾട്ടിപ്പിൾ മീനിങ് ഉണ്ട്. ഇതിൽ മിക്കവാറും എല്ലാ ഫ്രേസൽ വെർബുകൾക്കും ഒന്നിലധികം മീനിങ്ങുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീനിങ്ങുകളായിരിക്കും ക്ലാസ്സിൽ പറയാം. അപ്പൊ അതുപോലെ പുട്ട് ഡൗണിന് റൈറ്റ് ഡൗൺ എന്നൊരു മീനിങ് ഉണ്ട്.
നമുക്ക് അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാം. പുട്ട് ഡൗൺ, സപ്രസ്, ക്രഷ് അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ എന്നൊരു മീനിങ്ങും കൂടി ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? പുട്ട് ഫോർ. നമ്മളെല്ലാവരും പുട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ആദ്യമായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തപ്പോ, പുട്ടുണ്ടാക്കാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തപ്പോ എത്ര പേർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? മിക്കവാറും ഒക്കെ ഒരു വീട്ടിൽ 4 പേരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണം. ഒരു ഫാമിലിയിൽ നോർമലി 4 പേര് വരും. നമ്മൾ ആദ്യമായി അറ്റംപ്റ്റ് ചെയ്തപ്പോൾ, പുട്ടുണ്ടാക്കാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ 4 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ പുട്ട് ഫോർ മീനിങ് ഇങ്ങനെ കണക്ട് ചെയ്യണം. മേക്ക് ആൻ അറ്റംപ്റ്റ്. ഈ ഫോറിനെ FOUR 4, 4 പേർ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ പുട്ട് ഫോർ 4 പേർക്ക് പുട്ടുണ്ടാക്കി അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെ ഓർക്കുക. മീനിങ് മേക്ക് ആൻ അറ്റംപ്റ്റ്. സോ പുട്ട് ബൈ എന്ന് വെച്ചാൽ എന്താണ്? സേവ് ആൻ എമൗണ്ട് ഓഫ് മണി. നെക്സ്റ്റ് വൺ പുട്ട് ഡൗൺ എന്തായിരുന്നു? സപ്രസ്, ക്രഷ് അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ. അതുപോലെ നമ്മൾ പറഞ്ഞു പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ്. നെക്സ്റ്റ് വൺ മാർക്ക് ചെയ്തിരിക്കുന്നത് പുട്ട് ഫോർവേഡ് എന്നാണ്. എന്താണ് പുട്ട് ഫോർവേഡ്? പുട്ട് ഫോർവേഡിനെ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. സജസ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസ്. പുട്ട് ഫോർവേഡ് ആൻ ഐഡിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സജസ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസ്. നെക്സ്റ്റ് വൺ പുട്ട് ഇൻ ആണ്. അതിൽ ഇൻ എടുക്കുക. ഇൻ വെച്ച് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. പുട്ട് ഇൻ, ഇൻവെസ്റ്റ്. പുട്ട് ഇൻ മീനിങ് എന്താണ്? ഇൻവെസ്റ്റ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ പുട്ട് ഓഫ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പുട്ട് ഓഫ്. പുട്ട് ഓഫിന്റെ മീനിങ് മിക്കുള്ളവർക്കും അറിയാം. പുട്ട് ഓഫിന്റെ മീനിങ് പോസ്റ്റ്പോൺ എന്നാണ് കേട്ടോ. എന്താണ്? പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക എന്നാണ് പുട്ട് ഓഫിന്റെ മീനിങ്. എന്നാൽ പുട്ട് ഇൻ എന്താണ്? ഇൻവെസ്റ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പുട്ട് ഓൺ ആണ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പുട്ട് ഓൺ മീൻസ് വിയർ, ധരിക്കുക. പുട്ട് ഓൺ മീൻസ് എന്താണ്? വിയർ, ധരിക്കുക, ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെ ഉള്ള സെൻസിൽ PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പുട്ട് ഓൺ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ പുട്ട് ഔട്ട്. എന്താണ്? പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ ഓർക്കുക? പുട്ട് മുഴുവൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു, പുറത്തെടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യും, ഫ്ലെയിം ഓഫ് ചെയ്യും അല്ലെ. അതായത് തീ കെടുത്തുകയാണ് ചെയ്യുന്നത്. സോ പുട്ട് ഔട്ടിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. എക്സ്റ്റിംഗ്വിഷ്. എന്താണ്? എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഓഫും പുട്ട് ഔട്ടും ഒരുമിച്ച് ഓപ്ഷനിൽ വരികയും കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആവുകയും ചെയ്യുന്ന 2 ഫ്രേസൽ വെർബ്സ് ആണ്. നമുക്ക് എപ്പോഴും ഈ ഓഫ് ആക്കുക, തീ കെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ള രീതിയിൽ എന്ത് യൂസ് ചെയ്യാം? പുട്ട് ഔട്ട് യൂസ് ചെയ്യാം. പലപ്പോഴും ഓഫ് കൊടുക്കണം എന്നൊരു ടെൻഡൻസി ഉദ്യോഗാർത്ഥികൾക്ക് വരാറുണ്ട്. കൺഫ്യൂഷൻ ഒഴിവാക്കി പഠിക്കുക. പുട്ട് ഔട്ട് എക്സ്റ്റിംഗ്വിഷ് ആണ്. നെക്സ്റ്റ് വൺ പുട്ട് അപ്പ്. നമ്മൾ പുട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇട്ടാണ് അത് ഫിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ മുകളിലേക്ക് ഇടുമ്പോൾ അത് എന്ത് ചെയ്യും? ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഉയർത്തുക എന്നുള്ളൊരു മീനിങ് ആണ് പുട്ട് അപ്പിനുള്ളത്. റേസ് അല്ലെങ്കിൽ ബിൽഡ്. സോ പുട്ട് അപ്പിന്റെ മീനിങ് നമുക്ക് ഇങ്ങനെ പഠിക്കാം. ബിൽഡ് അല്ലെങ്കിൽ റേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മൾട്ടിപ്പിൾ മീനിങ്സ് ഇതിനുണ്ട് എന്ന്. പുട്ടപ്പിന് ഇങ്ങനെ ഒരു മീനിങ്ങും കൂടി ഉണ്ട്. പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ. എന്താണ്? പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ എന്നൊരു മീനിങ് പുട്ടപ്പിനുണ്ട്. നെക്സ്റ്റ് വൺ പുട്ടപ്പ് വിത്ത് ആണ്. ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് അത് തന്നെ പഠിക്കാം. പുട്ടപ്പ് വിത്ത് മീനിങ് ടോളറേറ്റ് എന്നാണ്. സഹിക്കുക എന്നുള്ളതാണ് അർത്ഥം. പുട്ടപ്പ് വിത്തിനെ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ടോളറേറ്റ്. നമ്മളിത് എങ്ങനെ സെന്റൻസിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൂടി നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ മീനിങ് മാത്രം PSC ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ നമ്മളിത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇതിന്റെ മീനിങ് അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സോ ഫസ്റ്റ് ഒരു സെന്റൻസിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐ ഡാഷ് എ ലിറ്റിൽ എവറി മന്ത് ഫോർ ഡെപ്പോസിറ്റ് ഓൺ എ ഹൗസ്. ഞാനൊരു വീടിന് വേണ്ടി എല്ലാ മാസവും കുറേശ്ശെ മാറ്റി വെക്കാറുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നത് അല്ലെ. നമുക്കിവിടെ ഓപ്ഷനിൽ നോക്കാം. പുട്ട് ഓഫ്, പുട്ട് എക്രോസ്, പുട്ട് എസൈഡ്, പുട്ട് ഡൗൺ. സേവ് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ച വേർഡ് ഇതാണ്, പുട്ട് എസൈഡ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് തന്നെയായിരിക്കും? പുട്ട് എസൈഡ് ആയിരിക്കും. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ, പുട്ട് എക്രോസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ്, പുട്ട് എസൈഡ് സേവ് ഫോർ ലേറ്റർ യൂസ് ആൻഡ് പുട്ട് ഡൗൺ സപ്രസ് അല്ലെങ്കിൽ ക്രഷ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും ആൻസർ ഓപ്ഷൻ C ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദേ ഹാവ് പുട്ട് ഡാഷ് ടൈം ആൻഡ് എഫേർട്ട് ടു കീപ് ദ സ്ട്രൈക്ക് ഗോയിങ്. സ്ട്രൈക്ക് തുടരാൻ വേണ്ടി അവർ സമയവും എഫേർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഓപ്ഷനിൽ ഇൻ, ഔട്ട്, ഓൺ, ഫോർ ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ A ഇൻ ആണ് ഇവിടുത്തെ ആൻസർ. ഹി ഡാഷ് ഹിസ് ന്യൂ കോട്ട് ആൻഡ് വെന്റ് ഔട്ട് ഫോർ എ വാക്ക്. ഇതിനകത്ത് ഓപ്ഷനിൽ പുട്ടപ്പ്, പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, പുട്ട് ഓൺ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പുതിയൊരു കോട്ട് ധരിച്ചു എന്നുള്ളതാണ് ആൻസർ. ഉറപ്പായിട്ടും ഏതായിരിക്കും? പുട്ട് ഓൺ ആയിരിക്കും. ഹി ഡാഷ് സം യൂസ്ഫുൾ ടിപ്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ പുട്ട് ഇൻ ഉണ്ട്, ഇൻവെസ്റ്റ് എന്നാണ് അർത്ഥം. പുട്ട് എസൈഡ് സേവ് ഫോർ ലേറ്റർ യൂസ് എന്ന് പഠിച്ചു.
പുട്ട് ഫോർവേഡ് നമുക്കറിയാം സജസ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസ്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ് എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? പുട്ട് ഫോർവേഡ് ആണ്. ഹി പുട്ട് ഫോർവേഡ് സം യൂസ്ഫുൾ ടിപ്സ്. ഐ കുഡന്റ് ടോളറേറ്റ് ഹെർ ബിഹേവിയർ. ഫൈൻഡ് ഔട്ട് ദ ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടോളറേറ്റ് എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിനാപ്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഓപ്ഷനിൽ പുട്ട് ഔട്ട് എക്സ്റ്റിംഗ്വിഷ് എന്നാണ് അർത്ഥം, പുട്ട് ഡൗൺ സപ്രസ് അല്ലെങ്കിൽ ക്രഷ് എന്നാണ് അർത്ഥം, പുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ, ആൻഡ് പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. നമുക്കറിയാം ഇവിടെ ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത് ആയിരിക്കും ആൻസർ. The government is sure to dash taxes soon. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഓപ്ഷനിൽ പുട്ട് ഓഫ്, പുട്ട് അപ്പ്, പുട്ട് അക്രോസ് ആൻഡ് പുട്ട് ഇൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഉറപ്പായിട്ടും ടാക്സസ് ഉയർത്തും എന്നുള്ളതാണ്. ഉയർത്തുക, ബിൽഡ് ചെയ്യുക, റൈസ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്തത് പുട്ട് അപ്പ് എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പുട്ട് അപ്പ്. The military government is determined to dash all opposition. അവിടെ ഓപ്ഷൻസിൽ പുട്ട് ഡൗൺ, പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് ഇൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മിലിറ്ററി ഗവൺമെന്റ് എല്ലാ ഒപ്പോസിഷനെയും സപ്രസ് ചെയ്തു എന്നുള്ളതല്ലേ അവിടെ വരിക. ഇപ്പൊ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല, പുട്ട് ഡൗൺ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സപ്രസ് ചെയ്യുക എന്നുള്ള സെൻസിലാണ് എടുത്തിരിക്കുന്നത്. ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡാഷ് ഫോർ എ വീക്ക്. പുട്ട് ഓൺ, പുട്ട് അബൌട്ട്, പുട്ട് ഓഫ്, പുട്ട് ഔട്ട് ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുക. മാറ്റിവെച്ചു എന്നല്ലേ? അപ്പൊ എന്തായിരിക്കും, ഏതായിരിക്കും? അപ്പോൾ എന്തായാലും ഏതാണ് ആൻസർ ആയിട്ട് വരിക? പുട്ട് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരിക. മാറ്റി വെക്കുക എന്നുള്ള അർത്ഥത്തിൽ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് അവിടെ വരിക. ഹി ക്രോസ്ഡ് ടു ദ ബെഡ് സൈഡ് ടേബിൾ ആൻഡ് ഡാഷ് ദ ലൈറ്റ്. ഈ ക്വസ്റ്റ്യൻ കണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നെഗറ്റീവ് മാർക്ക് ആയിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹി ക്രോസ് ടു ദ ബെഡ് സൈഡ് ടേബിൾ ആൻഡ് ഡാഷ് ദ ലൈറ്റ്. അതായത് ലൈറ്റ് കെടുത്തി എന്നുള്ളതാണ് വരുന്നത്. ഓപ്ഷനിൽ പുട്ട് ഫോർവേഡ്, പുട്ട് ഫോർ, പുട്ട് ഓഫ്, പുട്ട് ഔട്ട്. മിക്കുള്ളവർക്കും കൺഫ്യൂഷൻ ആയത് ഇവിടെ വന്നപ്പോഴാണ്. പെട്ടെന്നുള്ളൊരു വെപ്രാളത്തിൽ ഏത് എഴുതും? പുട്ട് ഓഫ് എഴുതും. ആക്ച്വലി പുട്ട് ഓഫ് പോസ്റ്റ്പോൺ എന്നുള്ളതല്ലേ അർത്ഥം. ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? പുട്ട് ഔട്ട് ആണ് വരുന്നത്. ഈ ഒരു ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. കൃത്യമായ റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എക്സാം സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവും. നിങ്ങൾ വീണ്ടും വൊക്കാബുലറി എല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം. താങ്ക് യു.